ചില മനുഷ്യരുടെ ഈമാനികമായ ജീവിതം നമ്മളെ സ്വാധീനിക്കുമ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യും. അവൻ്റെ ഖബറിൽ പോയി ഞങ്ങൾ അവൻ്റെ ഖബറിൽ പോയി ഞങ്ങൾ ഉസ്താദന്മാരും മഹല്ലുകാരെല്ലാം ദുആ ചെയ്തപ്പോൾ ആ നാട്ടുകാർക്ക് ഇത്രയും ഉസ്താദന്മാർ വന്ന് ദുആ ചെയ്യേണ്ട ഒരു ഖബറല്ല എന്നുള്ള വിചാരമാണ് അവർക്ക് അവർ ഭൂതകാലം അങ്ങനെയായിരുന്നു. അവർക്ക് അങ്ങനെ ഒരു ഉസ്താദന്മാരോട്ട് ബന്ധപ്പെടുന്ന ഒരു ജീവിത രീതി ആയിരുന്നില്ല ഒമാലിയുടെ. അങ്ങനെ ഞങ്ങൾ ദ്വാ കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ അവർ ഞങ്ങൾ ഇങ്ങനെയാണ് മൂമാലി പരിചയം. ഞങ്ങളുടെ പള്ളിയിലെ ആളായിരുന്നു, ഞങ്ങൾ അത്രയും ഞങ്ങളെ സ്വാധീനിച്ച മനുഷ്യനാണ്. അവർക്കൊക്കെ അതിശയമായിരുന്നു ഈ മൂമാലിയുടെ ജീവിതം. മൂമാലി എന്നോട് പറഞ്ഞു, ഫാത്തിഹ സൂറത്ത് പോലും എനിക്ക് നോക്കി ഓതാൻ അറിയത്തില്ല, കേട്ട് പഠിച്ചതാണ്. മരണപ്പെടുന്നതിന് മുമ്പ് എൻ്റെ ഒരു പെൺഡ്രൈവ് വന്നിട്ട് പറഞ്ഞു, സാറേ ഞാൻ ഹുസൂരിൽ നിന്ന് യാത്ര തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോഴേ കൂടെയുള്ളവരൊക്കെ ആവശ്യമില്ലാത്ത പാട്ടുകളും മറ്റു കാര്യങ്ങളൊക്കെ, അപ്പോൾ എനിക്ക് കൂടുതൽ എൽമ പഠിക്കാനുള്ള ഒരു അവസരമായിട്ട് ഞാൻ അത് ഉപയോഗിക്കും. അപ്പം മൂപ്പരുടെ ജീവിതത്തിൽ ഇതിൻ്റെ മാറ്റം ഉണ്ടായത്. മൂപ്പര് എന്നോട് പറഞ്ഞു, അബ്ദുൽ നാസർ മദനിയുടെ പ്രസംഗം കേട്ടിട്ടാണ് എൻ്റെ ജീവിതത്തിലൊരു മാറ്റം ഉണ്ടായത്. അപ്പം ഈ പെൺഡ്രൈവിൽ ഉസ്താദ് മദനി ഉസ്താദിൻ്റെ പ്രസംഗവും റസൂലുള്ളാഹിൻ്റെ മദ്ഹ് പാട്ടുകളും കയറ്റിത്തരണമെന്ന് എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. ഈ പെൺഡ്രൈവുമായിട്ടാണ് തിരിച്ച് ആ വീട്ടിലേക്ക് ഞങ്ങൾ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പം പിന്നീട് അവൻ്റെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് ക്ലാസ് എടുക്കാനും പ്രസംഗിക്കാനൊക്കെ പോകുമ്പോഴും ഒരു പഠന ക്ലാസ് എടുക്കാനും നിസ്കാരത്തിൻ്റെ ജമാഅത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഈ മുഹമ്മദിയുടെ കാര്യം പറയാതൊരു സദസ്സും നമ്മുടെ ജീവിതത്തിൽ പിന്നീട് കടന്നു പോയിട്ടില്ല. നമ്മൾ ഇതിപ്പം സഹാബാക്കളുടെ കഥയോ ഇമാമിങ്ങളുടെ കഥയോ സാലിഹ്യങ്ങളുടെ ഔലിയാക്കളുടെ കഥയല്ല, നമ്മുടെ ചുറ്റുവട്ടത്ത് ജീവിച്ച പച്ചയായ മനുഷ്യൻ്റെ, നമ്മളെപ്പോലെ വികാരങ്ങളും സ്വപ്നങ്ങളും നമ്മളെക്കാളേറെ പ്രാരാബ്ധങ്ങളുള്ള ജീവിതത്തിൽ കടന്നു പോകേണ്ടി വന്നിട്ടും ദീനിനെ മുറുകെ പിടിക്കാനും ജമാഅത്ത് നിസ്കാരത്തെ സ്നേഹിക്കാനും നമ്മളിപ്പോൾ ഒരു സുബൈ ബാങ്ക് കേൾക്കുമ്പോൾ മൂമാലി നമ്മുടെ ഓർമ്മയിലേക്ക് വരും. ഇന്നും മൂമാലിയുടെ ഓർമ്മകൾ നമ്മൾ പെട്ടെന്ന് അതായത് ഖുർആൻ പറഞ്ഞ പോലെ നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെ ഓർക്കുമെന്ന് പറഞ്ഞാൽ ഈ മണിക്കൂറിൽ ഈ പ്രഭാതത്തിൽ നമ്മൾ മമ്മാലിനെ കുറിച്ച് ചർച്ച ചെയ്യും. മമ്മാലി ഒരു വലിയ ഒരു ഗ്രന്ഥം രചിച്ച രചയിതാവോ ഒരു സ്വാത്വികനായ പണ്ഡിതനല്ല, തനിനാടൻ പച്ച മനുഷ്യനെ കുറിച്ച് നമ്മൾ ഈ മണിക്കൂറിൽ പ്രഭാതത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ അള്ളാഹുവിനെ കൊടുത്തിട്ടുണ്ട്. അക്കാരണം കൊണ്ട് നമ്മൾ അദ്ദേഹത്തിന് കൊടുക്കും. അള്ളാഹു കൊടുക്കും.